ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്നുണ്ടല്ലോ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് വേണ്ടി പോവാണേ. ഇതാണ് നമ്മുടെ തൃപ്രയാർ അമ്പലം. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ചധികം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ബസ് കയറ്റാൻ അച്ഛനാണ് എൻ്റെ കൂടെ വന്നത്. അങ്ങനെ ബസ് കയറി ഞാൻ പോവാണ് ഗോയ്സ്. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ കുറച്ച് പേർക്ക് അതിൻ്റെ സ്ഥലം മനസ്സിലായിട്ടുണ്ടോ. അങ്ങനെ എനിക്ക് കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നേ. എൻ്റെ കസിനാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സെയിം ബാഗാണ്, അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഓട്ടോയും കയറി പോവാണ്. അങ്ങനെ വന്നെത്തിയിട്ടുള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഏരൂരാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഹോം എന്ന് തന്നെ പറയാം. എന്ത് വിഷമമുണ്ടെങ്കിലും ഓടി ഇവിടേക്കാണ് ആദ്യം വരുന്നത്. ഇതാണ് നമ്മുടെ ഷിൻ ചേച്ചി. ഇങ്ങോട്ട് വന്നതിനൊരു ദുരിതാശം കൂടി ഉണ്ട്. ചേച്ചിയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം നാളായി ഞങ്ങൾ 3 പേരും ഒന്നിച്ച് ചേർന്നിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട്. ഇത് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ. നമ്മൾ വരുന്നത് കൊണ്ട് തന്നെ ചേച്ചി കാബേജ് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. അക്കീറ ചേച്ചിയുടെ ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ് കേട്ടോ. ഉച്ചയായപ്പോൾ നല്ല ചിക്കൻ കറിയും ചോറും പരിപ്പ് കറി കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞൊരു റിവ്യൂ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പർച്ചേസിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതാണ് ചക്കുട്ടി, എൻ്റെ ഫേവറേറ്റ് കസിനാണേ. ഷിൻ ചേച്ചി വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഓട്ടോയിലും കയറിപ്പോയി. 4 മണി നേരം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രോഡ്വേയിലൊക്കെ എത്തി കേട്ടോ. അങ്ങനെ നേരെ അവിടുത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഓർത്തത് നമുക്കിന്ന് വേറൊരു ചെറിയ പരിപാടിയും കൂടിയുണ്ട്. ചക്കുട്ടിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾ നമ്മളൊരു എക്സിബിഷന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിക്കാണ് ഓർണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാഷൻ സ്റ്റോർ കണ്ടത്. അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ട് കയറി. നോക്കിയേ, ഈ കാണുന്നതുണ്ടല്ലോ, ഇതൊരു കമ്മലാണ് കേട്ടോ. നെറ്റിപ്പട്ടം പോലെയില്ലേ, നല്ല അടിപൊളി കളക്ഷൻസ് ആണേ. പോരാത്തതിന് മുടിഞ്ഞ തിരക്കും. ഇത്ര തിരക്ക് നമ്മുടെ തൃശ്ശൂർ ഒരു ഷോപ്പിൽ ഞാനിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അതുകൂടാതെ ഞങ്ങൾ കുറേ ഐറ്റംസ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി. അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയതുണ്ടല്ലോ ഉർവശിയിലോട്ടാണ്. ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് ഈ ഒരു ഷോപ്പ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു ഇവരെടുത്ത് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. അങ്ങോട്ട് പോയപ്പോഴുണ്ടല്ലോ എൻ്റെ സാറേ ഈ ജാതി കളക്ഷൻസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം ഐറ്റംസുകൾ ഒരുമിച്ച് കാണുന്നത്. ഒരു ബേസ്മെൻറ്റ് ഫ്ലോർ കംപ്ലീറ്റ് ഉണ്ടല്ലോ ഇതുപോലത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ നാഗപടം, കാശിമാല, എന്താ പറയുക, എനിക്ക് പേരുകൾ തന്നെ അറിയത്തില്ല, അതാണ് സത്യം. ഹാരം ടൈപ്പ് ആയാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ലാസ്റ്റ് പീസ് ആയിരുന്നു, അതിന് ചെറിയ ഡാമേജ് ഉള്ള കാരണം ഞാൻ എടുത്തില്ല. പിന്നെ മേളിലോട്ട് കയറിയപ്പോൾ ഉണ്ടല്ലോ വേറെ കമ്മലിൻ്റെ തന്നെ ഒരു ലോകമുണ്ട്. ഈ ഒരു സംഭവമില്ല, ഇത് സ്റ്റീലാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മളിൽ എവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് ഇവിടെ കാണുന്നത്. ഇത് കംപ്ലീറ്റ് ഈ ഒരു ഏരിയ മൊത്തം ഉണ്ടല്ലോ കമ്മലിൻ്റെ സെക്ഷൻസാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. സംഭവം ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഇത് എന്ത് പർപ്പസിനെയാണ് എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. അത് വേറെ കാര്യം. ഞാൻ ഫുള്ളി എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു വീഡിയോ എടുക്കുമ്പോഴും. ഇപ്പോൾ ഈ പറയുമ്പോൾ കൂടെ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നില്ല ഇവിടെ കിട്ടാത്ത ഐറ്റംസ് ഇനി കിട്ടും എന്നുള്ളത്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 8:30 ഒക്കെ ആയി കാണും രാത്രി. ആ ഒരു ടൈമിലത്തെ തിരക്കാണ് ഈ ഷോപ്പ് ശരിക്കും ഈ കാണുന്നത്. അപ്പം മോർണിംഗിലൊക്കെ നല്ല തിരക്കുണ്ടാവും. ഇതൊരു പ്രൊമോ വീഡിയോ ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഈ പറയുന്നത് കേട്ടോ. അതുപോലെ വൺ സൈഡ് കംപ്ലീറ്റ് ഉണ്ടല്ലോ നമുക്ക് പാർലറിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസുകളും ഈ ഒരു സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അവിടെ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും വാങ്ങാത്തതുകൊണ്ട് നേരെ അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നേ. അവിടെ ഞങ്ങൾ ഈ കഴിച്ചതുണ്ടല്ലോ അച്ചാർ സംഭാരാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസുകൾ ഇഷ്ടമാണ്. പക്ഷേ അതൊരു പ്രത്യേക രസം ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടെ പോകുന്നവരൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തോളൂ. സംഭാരം ഒന്ന് ട്രൈ ചെയ്തേക്കണേ. ഞങ്ങൾ പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി മെട്രോയിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ നടന്നു പോകുമ്പോഴല്ലോ ഒരു ഒച്ചിനെ കണ്ടു. ഇത് ആഫ്രിക്കൻ ഒച്ചെന്നാണ് കേട്ടോ പറയുന്നത്. ഇതാണ് നമ്മുടെ എക്സിബിഷൻ. ഇവിടേക്കാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുറത്തുള്ള രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അകത്തോട്ട് കയറി. അകത്തൊരു അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. സ്മോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ ഒരുപാട് ഐറ്റംസ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് ലേറ്റ് ആയിട്ടാണ് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് കൃപ ചേച്ചി, ചക്കുട്ടിയുടെ ഫ്രണ്ട്. നമ്മളിവിടേക്ക് ഇൻവൈറ്റ് ചെയ്തില്ലേ, അത് ഈ ചേച്ചിയാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് എനിക്ക് ഹായ് തരുന്നതാണ് കേട്ടോ. ചേച്ചിയുടെ ഒരു വോൺ ബ്രാൻഡാണ് കേട്ടോ, പാറ്റ് യുവർ സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്കിതിൽ കാണാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ ഫുള്ളി നാച്ചുറൽ ഐറ്റംസ് ആണ് കേട്ടോ. സൾഫേറ്റ് ഫ്രീ, അതുപോലെ തന്നെ പാരബൻ ഫ്രീ, നാച്ചുറൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം അത് ഓപ്പൺ ചെയ്ത് വരുമ്പോഴുണ്ടല്ലോ നമുക്കിത് നല്ലൊരു നാച്ചുറൽ സ്മെൽ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഒരുപാട് സോപ്സ് അവൈലബിൾ ആണ്. ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ് ചേച്ചി ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് തന്നെ കേട്ടോ. ഒരുപാട് ആൾക്കാർ ഈ ഐറ്റംസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ടും ഉണ്ട്. ഇത് കിഡ്സിനെ പറ്റുന്നതാണ്. ഇതിനുള്ളൊരു ഗിഫ്റ്റ് ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും അതിൻ്റെ അകത്ത് എന്താണെന്നറിയാൻ. ആ ഒരു ഐഡിയ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഇത്ര ഐറ്റംസാണ് നമ്മളോടൊന്ന് മേടിച്ചത്. എനിക്കിതിലൊരു പ്രൊഡക്റ്റും യൂസ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ സജസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റിലുണ്ട്, എനിക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. എനിക്കിതൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹം. അങ്ങനെ പർച്ചേസ് ഒക്കെ ചെയ്യേണ്ടത് നമ്മൾ കുറച്ചിങ്ങോട്ട് വന്നപ്പോണ്ടല്ലോ ഇത് ഫുള്ളുണ്ടല്ലോ ക്യാൻഡിൽസ് ആണ് കേട്ടോ.
ഇവരെന്താ ഇങ്ങനെ നോക്കി നിൽക്കണമെന്ന് അറിയോ? ഇവിടെ കംപ്ലീറ്റ്ലി കൾച്ചറൽ ഫെസ്റ്റ് ആയിരുന്നേ. അപ്പോൾ അതാണ് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്നത്. ലേറ്റ് ആവാതെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 10:30 ആകുമ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. റോഡ് ക്രോസ് ചെയ്ത് യൂബർ വിളിക്കുന്നതിന് മുന്നേ ആയിട്ടുണ്ടല്ലോ, ഇവർ രണ്ടുപേർക്കും കോഫി കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ അടുത്തുണ്ടായിരുന്നു ഒരു തട്ടുകടയിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവർ കോഫി കുടിക്കുമ്പോൾ ഞാൻ കഴിച്ചത് മസാല ബോണ്ട. ഞാൻ ചായയും കാപ്പിയൊന്നും കുടിക്കാറില്ല. അങ്ങനെ അവിടെ നേരെ ഞങ്ങൾ റൂമിലോട്ട് തിരിച്ചു പോവാണേ. അങ്ങനെ റൂമൊക്കെ എത്തി, നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 2 മണിയൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.